അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ജീവനെ എടുത്ത് ഭഗവാൻ വേറൊരു ശരീരം കൊടുക്കും അല്ലേ. അല്ലാതെ വസ്ത്രമൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും? ആ വസ്ത്രം ഉപേക്ഷിക്കും, ഒരു പുതിയ വസ്ത്രം വാങ്ങും. അതേപോലെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ജീവാത്മാവ് ശരീരത്തിന് വല്ലാതെ കേട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ശരീരത്തിനും ഉപേക്ഷിക്കും. കണ്ണ് കാണാതെയായി, കാത് കേൾക്കാതായി, കാലം കൊണ്ട് നടക്കാൻ വയ്യാതായില്ലേ, മറ്റുള്ളവർ കൂടി ഒപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഭഗവാനല്ലേ, കാലേ. അപ്പോൾ ഭഗവാനെൻ്റെ തോന്നുന്നു ഈ ശരീരം കൊണ്ട് ഇപ്പോൾ ഉപാസിക്കൊന്നും ഇല്ല കേട്ടോ അല്ലേ. ആ മാറ്റി, ആ ശരീരം മാറ്റി, വേറൊരു ശരീരം കിട്ടിയില്ലേ. എവിടെ ശരീരം കിട്ടിയത്? തൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ, മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഒരാളുടെ മകൻ്റെ മകനായിട്ടാണ് ജനിച്ചത് അല്ലേ. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് ആരായിട്ടാണ് ജനിക്കണമെന്ന് നമ്മൾ അറിയണുണ്ടോ അല്ലേ? നമ്മൾ അറിയണില്ല. അപ്പോൾ ഇന്നലെ വരെ നന്നായിട്ട് സ്നേഹിച്ചതായിരിക്കുന്ന അച്ഛൻ, ആ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. എന്നാൽ മതിലിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോ